الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعباد الرحمن الذين يمشون على الأرض حونا وإذا خاطبهم الجاهلون قالوا سلاما أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള സഹോദരങ്ങളെ, സർവശക്തനും സർവ്വലോക പരിപാലനും മനുഷ്യരായ നമ്മെ സൃഷ്ടിക്കുകയും നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ലോകത്തിൽ ചോദിക്കാതെ പറയാതിരിക്കി തന്നു. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോടൊന്നുപോലെ പരിശുദ്ധ ഖുർആനിലെ ഫുർഖാൻ സൂറയിലെ അവസാന ഭാഗത്തെ ഒരായത്താണ് ഭഗവതി കൽപ്പിച്ചത്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് ഒന്നിച്ചിരുന്ന് ഗൗരവത്തോടെ ആലോചിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. നല്ല മനസ്സോടെ, നല്ല പ്രാർത്ഥനയോടെ, ഇഖ്ലാസോടെ, ഉണർവോടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വർത്തമാനങ്ങൾ കേൾക്കുന്നതിനനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുവാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുന്നു. സഹോദരങ്ങളെ, നമ്മളൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളാകേണ്ടവരാണ്. ഈ ലോകത്തൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതാകണം, അള്ളാഹിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പലതും പറഞ്ഞിരുന്നു. നബിയെ ഇഷ്ടപ്പെട്ട കുറെ ആളുകൾ, റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് നബിയെ പറ്റി മോശം പറഞ്ഞിരുന്ന ആളുകൾ, പ്രവാചകൻ ഇഷ്ടപ്പെട്ട് ജീവനേക്കാൾ പ്രവാചകൻ സ്നേഹിക്കുന്നൊരവസ്ഥയിലേക്ക് അവരുടെ മനസ്സ് വന്നപ്പോ തങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങൾ, അതോ റസൂലുള്ളാഹിന്റെ നേരെ വരുന്ന പ്രയാസങ്ങൾ അവർ സ്വശരീരം കൊണ്ട് ഏറ്റെടുത്ത് ഉഹുദിലൊക്കെ അവരുടെ ശരീരത്തിലേക്ക് അമ്പുകൾ വന്നാൽ പ്രശ്നമല്ല, നബിയുടെ ശരീരത്തിൽ വരരുത് എന്നവർ ആഗ്രഹിച്ചു. അങ്ങനെ പ്രവാചകൻ അവരുടെ ജീവിതത്തിൽ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിച്ചൊരവസ്ഥയിലേക്ക് അവിടുത്തെ ആളുകൾ മാറിയപ്പോൾ പ്രവാചകനെ പറ്റി പലതും പറയാണ്. ഞങ്ങളിൽ ആ പ്രവാചകൻ, ഈ പ്രവാചകൻ എന്നല്ല. പ്രത്യേകിച്ച് മദീനത്ത് റസൂൽ എത്തിയപ്പോ നബിയെ പാട്ടുപാടി സ്വീകരിക്കാണ്. എന്ന പാട്ടുപാടി പ്രവാചകൻ സ്വീകരിക്കാണ് മദീനക്കാർ. ഈ സമയത്ത് ചില ആളുകൾ ഞങ്ങൾ അദൃശ്യമറിയുന്ന ഒരു പ്രവാചകൻ ഉദയം ചെയ്തിരിക്കുന്നു എന്ന നിലക്കും പാട്ടുപാടുന്നു ചില ആളുകൾ. ആ സമയത്ത് റസൂൽ പറഞ്ഞതാണ്, അങ്ങനെ ഇതിനെ പറ്റി പറയല്ല. അത് മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ പറ്റി അവർ പറഞ്ഞതല്ല. മറിയമിന്റെ മകൻ ഈസയെ അവിടുത്തെ ആളുകൾ പലതും പറഞ്ഞ് ഉയർത്തി മേലെ കൊണ്ടുപോയി അടിയിക്കിട്ടു. അങ്ങനെ നിങ്ങൾ എന്നെ പറയല്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഖൂലു അബ്ദുല്ലാഹി വറസൂലിഹി, നിങ്ങൾ എന്നെ പറ്റി പറയേണ്ട അള്ളാഹുവിന്റെ അടിമ എന്നാണ് എന്നെ പറ്റി നിങ്ങൾ പറയേണ്ടത്. അതോടൊപ്പം നിങ്ങൾക്ക് ചേർത്തു പറയാം, ഒരു പ്രവാചകൻ ഇതാ ഉദയം ചെയ്തിരിക്കുന്നു. വിശ്വാസികളെ, പ്രവാചകൻ തിരുമേനി തന്നെ പറ്റി പറയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു വാക്കെന്താ? അബ്ദുല്ലാഹ്, അള്ളാഹിന്റെ അടിമ. അള്ളാഹിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നെ പറ്റി അള്ളാഹിന്റെ അടിമ. വിശ്വാസികളെ, ഈ ഇരിക്കണ എനിക്കും നിങ്ങൾക്കും ആ ഒരു മനസ്സുണ്ട്. അള്ളാഹുവിന്റെ അടിമയായി ജീവിച്ച് അള്ളാഹുവിന്റെ അടിമയായി അള്ളാഹിനെ തെറ്റുകിട്ടി ലോകത്തോട് യാത്ര ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. സ്വർഗം കിട്ടുന്നിടത്ത് പറഞ്ഞിടത്ത് വിശ്വാസികളെ, അനുഗ്രഹത്തിന്റെ സ്വർഗത്തെ പറ്റി വർണ്ണിച്ചിടത്ത്, അവർക്ക് അവിടുത്തെ സുഖങ്ങളെ പറ്റി വർണ്ണിച്ചിടത്ത് ദഹ്ർ സൂറയിൽ പറയാൻ
അവർ ഇരിക്കുന്നിടത്തേക്ക് അരുവികളാണ് ചെല്ലുന്നത്. അരുവികളെ തേടി നമ്മൾ ഇറങ്ങിത്തിരിക്കണ്ട, നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് നമുക്ക് കുടിക്കേണ്ട പാനീയങ്ങൾ കടന്നു വരുമെന്ന് അവിടെ അബ്ദുള്ള ഇബാദുള്ള എന്ന വാക്കാണ് ഉപയോഗിച്ചത്. വിശ്വാസികളെ, അള്ളാന്റെ പ്രിയപ്പെട്ട അടിമകളായി മാറുക എന്ന് പറഞ്ഞ കുറച്ച് ശ്രമകരാണ് ഇല്ലേ? ഇന്ന് ദുനിയാവിന്റെ അടിമകളാണ് പല ആളുകൾ. ദുനിയാവിനോടാണ് താല്പര്യം. ഇവിടെ 10-15 ആക്കേണ്ട ചിന്ത മാത്രമാണ് മനുഷ്യർക്കുള്ളത്. ദുനിയാവിന്റെ അടിമകളാണ് വിശ്വാസികളെ. എന്നാൽ വിശ്വാസി ഇങ്ങനെ ആകാൻ പാടില്ല. ദേഹേച്ഛയുടെ പിറകിൽ സഞ്ചരിക്കുന്നവരെ ഒട്ടുമിക്ക ആളുകൾ അല്ലേ? ഫോണിന്റെ അടിമകളാണ് പല ആളുകൾ. ഭൗതിക താല്പര്യങ്ങളുടെ പിറകിലാണ് ഒട്ടുമിക്ക ആളുകളുടെയും യാത്ര. അവർ ക്ഷണികതയാണ് വാരിപ്പുണരുന്നത്. ഗൗരവപ്പെട്ട ഒരു ദിവസത്തിന്റെ കാര്യം അവർ പിറകോട്ട് തട്ടുന്നു എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. വിശ്വാസികളെ, ദുനിയവിയായ കാര്യങ്ങൾ മാത്രം മനസ്സുവെച്ച് ഈ ദുനിയാവ് പച്ച പിടിപ്പിക്കുന്ന വിഷയത്തിൽ മാത്രം മുന്നോട്ട് പോകുന്നവരും ലോകത്തുണ്ട്, മനുഷ്യരിലുണ്ട്. എന്നാൽ മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും നമുക്ക് വെള്ളവും വായുവും സൗകര്യവും ഒരുക്കി തന്ന പടച്ച റബ്ബിന്റെ പ്രിയപ്പെട്ട അടിമകളാകണം. അങ്ങനെ ഈ ലോകത്തോട് യാത്ര പറയാൻ സാധിച്ചാൽ നമ്മളെക്കാളും ഭാഗ്യവാന്മാർ ഈ ലോകത്തില്ല. വിശ്വാസികളെ, ആയത്ത് ഫുർഖാൻ സൂറയിലാണ് ഞാൻ കേൾപ്പിച്ച വചനം. ഇതിന്റെ മുമ്പത്തെ ആയത്ത് എന്താണെന്നോ? തബാറക്കല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫത്തൻ ലിമൻ അറാദ അൻ യസ്സക്കറ ഔ അറാദ ശുക്റാ. ആയത്തിന്റെ അർത്ഥം എന്താണെന്നോ? ആയത്തിന്റെ അർത്ഥം യഥാവിധി ഉൾക്കൊള്ളുന്നവന് പിന്നെ ആ കഴിവുറ്റ റബ്ബിന്റെ അടിമയായേ പറ്റൂ എന്നൊരു മനസ്സ് അവനോട് പറഞ്ഞു. ഈ പ്രപഞ്ചത്തെ പറ്റി അള്ളാഹു നമ്മോട് സംസാരിക്കാണ്. തബാറക്കല്ലദീ, ഒരുവൻ നന്മയേറിയവനാണ്, ഒരുവൻ നന്മയേറിയവനാണ്. അവന്റെ മഹത്വത്തെ എത്രമാത്രം വാഴ്ത്തിയാലും മതി വരില്ല. ആരാണവൻ? ജഅല ഫിസ്സമാഇ ബുറൂജാ, ആകാശത്തെ രാശിമണ്ഡലങ്ങളെ സംവിധാനിച്ചതാകുന്നു പടച്ച റബ്ബ്. ഈ ഖുത്ബ കേൾക്കുന്നവരെ, ആകാശ ലോകത്തെ പറ്റി ഒരു മിനിറ്റ് ആലോചിക്കും നിങ്ങൾ. അത്ഭുതമല്ലേ ആകാശലോകം? അത്യത്ഭുതമല്ലേ ആകാശലോകം? അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൃത്യമായി വിളിച്ചറിയിക്കുന്ന ഒന്നല്ലേ ആകാശലോകം? അതല്ലേ ഖുർആൻ പലയിടങ്ങളിലും അഫലം യൻദുറൂ ഇലസ്സമാഇ ഫൗകഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. ചുറ്റുപാടിലൂടെ നിങ്ങൾ നോക്കണം. അഫലം യൻദുറൂ ഇലസ്സമാ, നിങ്ങൾക്ക് മീതെയുള്ള ബലിഷ്ഠമായ 7 ആകാശങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണ് പായട്ടെ. അതിന്റെ സൃഷ്ടിച്ച റബ്ബിനെ പറ്റി നിങ്ങൾ ചിന്തിക്കട്ടെ. അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ വിളിച്ചറിയിക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ അതാണ് ഖുർആൻ. ആകാശ ലോകത്തെ പറ്റി ചിന്തിക്കാൻ ആവശ്യം. അതാ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ആ ആകാശ ലോകങ്ങളെ സൃഷ്ടിച്ച റബ്ബിന്റെ അടിമയാകാനുള്ള താഴ്മയുടെ മനസ്വിശ്വാസികളെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതാണ് തബാറക്കല്ലദീ, എത്രയേറെ നന്മയേറിയവനാണവൻ. ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജാ, ബലിഷ്ഠമായ 7 ആകാശങ്ങളെ നിങ്ങൾക്കായി അവൻ ഒരുക്കി തന്നവൻ. ആകാശം ആർക്ക് വേണ്ടിയിട്ടാ? ആകാശത്തിന്റെ ധർമ്മം എന്താണ്? നമുക്കാണ് വിശ്വാസികളെ, മനുഷ്യർക്കാണ്. മനുഷ്യർക്ക് വേണ്ടിയാണ് ആകാശലോകം സൃഷ്ടിച്ചത്. മേൽക്കുരയാക്കി തന്നവൻ. വജഅല ഫീഹാ സിറാജാ, കത്തിജ്വലിക്കുന്ന സൂര്യനെ അതിന് സംവിധാനിച്ചു. മുഅ്മിനീങ്ങളെ, സൂര്യൻ എന്ന വാക്കിനെ പറ്റി മാത്രം ഇരിക്കണം നിങ്ങളും ഞാനും ആലോചിച്ചാൽ അഹങ്കാരത്തിന്റെ കണിക നമ്മുടെ ജീവിതത്തിൽ വരില്ല, കിബർ നമുക്ക് വരില്ല. സൃഷ്ടിച്ച റബ്ബിനെ വിസ്മരിക്കാൻ ഒരു സെക്കൻഡ് പോലും നമ്മുടെ മനസ്സ് നമ്മോട് മന്ത്രിക്കില്ല. എന്തേ ശംസ് എന്ന വാക്ക് ലോകത്തിന്റെ നാഥനെ വിളിച്ചറിയാൻ പറ്റുന്ന ഒരു വാക്കാണ് എന്റെ മുഅ്മിനീങ്ങളെ. ഒരു സൂറത്തിന്റെ പേര് തന്നെ ശംസാണ്. അല്ലാഹു ഉണ്ടെന്നതിന് തെളിവാണ്. ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ കഴിവിട്ടൊരു നാഥൻ ഉണ്ടെന്നതിന് തെളിവാണ്. അല്ലൈലു വന്നഹാറു വശംസു വൽ ഖമർ, രാത്രിയും പകലും. ഈ ഓരോരോ വാക്ക് പറയുമ്പോൾ നിങ്ങൾ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിക്കണം. അല്ലാഹു ഉണ്ടെന്നതിന് തെളിവാണ്. നരകം സത്യമാണെന്നതിന് തെളിവാണ്. ബർസഖ് സത്യമാണെന്നതിന് തെളിവാണ്. സ്വർഗത്തിലെ സുഖാനുഭൂതികളെ പറ്റി ഖുർആൻ സംസാരിച്ചുവെങ്കിൽ അത് യാഥാർത്ഥ്യമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് പ്രിയപ്പെട്ടവരെ. അല്ലൈലു വന്നഹാറു വശംസു വൽ ഖമർ എന്നിറങ്ങിയ ആയത്താണിത്. 1500 വർഷങ്ങൾക്ക് മുമ്പ് വിജ്ഞാനത്തിന്റെ ഒരു മേഖലയിലേക്ക് ലോകം എത്തിപ്പെടാത്തൊരു കാലഘട്ടത്തിൽ ഇറങ്ങിയ ഈ വചനങ്ങളുടെ തിളക്കം എത്രമാത്രമാണ്. വിശ്വാസികളെ, സൃഷ്ടാവിന്റെ വചനമാണെന്നതിന് വേറെ വല്ലതിലേക്ക് നമ്മൾ ആലോചിക്കും
ആലോചിക്കേണ്ടതുണ്ടോ? ലൈലും നഹാറും ശംസും ഖമറും അള്ളാഹിന്റെ ദൃഷ്ടാന്തമാണ്. അല്ലാഹ് പറയാ ലാ തസ്ജുദൂ ലിശംസി. സൂര്യനെ കാണുമ്പോ അതിന്റെ വലുപ്പത്തെ പറ്റി നിങ്ങൾ പഠിക്കുമ്പോ ഭൂമിയേക്കാൾ എത്രയോ 10 മടങ്ങ് വലുപ്പമുണ്ട് സൂര്യൻ എന്ന് പഠനത്തിൽ നീ എത്തിപ്പെടുമ്പോ ആ സൂര്യന്റെ മുന്നിൽ നീ സാഷ്ടാംഗം നമിക്കല്ല. വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന. അവയൊക്കെ നിനക്ക് സൃഷ്ടിച്ചു തന്ന പടച്ചറപ്പിന്റെ മുന്നിലാണ് നീ സാഷ്ടാംഗം നമിക്കേണ്ടത്. ഇൻ കുന്തും ഇയ്യാഹു തഅ്ബുദൂൻ. നിങ്ങൾ അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ. വിശ്വാസികളെ, അള്ളാഹ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഖുർആന്റെ അർത്ഥങ്ങളിലൂടെ നമ്മൾ യാത്രയാക്കും. അപ്പൊ സൂര്യനെ സംവിധാനിച്ചവൻ, വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ. വെളിച്ചം വിതർന്ന ചന്ദ്രനെ സംവിധാനിച്ചവൻ. വിശ്വാസികളെ, വെളിച്ചം വിതർന്ന ചന്ദ്രൻ ഒരു ചിന്താർഹമായ വാക്കാണ്. അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നതാണ് ചന്ദ്രൻ എന്ന് റസൂലുള്ളാഹിക്ക് അറിയില്ല. വിജ്ഞാനത്തിന് ലോകത്തേക്ക് എത്തിയിട്ടില്ല. പിന്നെ ആരാണ് നമ്മെ ബോധ്യപ്പെടുത്തിയവൻ? ആ ചന്ദ്രനെ സൃഷ്ടിച്ച റബ്ബാണ് പറയുന്നത്, സൂര്യനെ സൃഷ്ടിച്ച റബ്ബാണ് പറയുന്നത്. വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ. എത്ര ഹൃദ്യമാണ് ആ വാക്ക്, എത്ര അനുഗ്രഹീതമാണ് ആ വാക്ക്. ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, അള്ളാഹ് നമ്മൾ ഇങ്ങനെ കാണണം. അവന്റെ കുദറത്ത് ഇങ്ങനെ ബോധ്യപ്പെടണം, അവന്റെ ശക്തി മഹാത്മ്യം ഇങ്ങനെ ബോധ്യപ്പെടണം. അപ്പോഴാ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ, അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഒറ്റക്കൊരു മൂലക്കിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നിങ്ങനെയുള്ള ദിക്റുകളൊക്കെ ചെല്ലാൻ മനസ്സ് പറയണമെങ്കിൽ ആ റബ്ബിനെ നമുക്ക് അനുഭവപ്പെടണം പ്രിയപ്പെട്ടവരെ. ആ റബ്ബിനെ നമുക്ക് അനുഭവപ്പെടണം. അതാണ് ഈ ആയത്തിന്റെ മുമ്പത്തെ ആയത്ത്. അള്ളാന്റെ പ്രിയപ്പെട്ട ദാസൻ ആകാശ ലോകങ്ങളെ പറ്റി ചിന്തിക്കും, രാപ്പകലുകൾ മാറി മാറി വരുന്നതിനെ പറ്റി ചിന്തിക്കും. വീണ്ടും തുടർന്നുള്ള ആയത്തെന്താ? ഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ. അള്ളയാരാ? ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ. രാവും പകലും മാറി മാറി വരുന്നതാക്കിയവൻ. വിശ്വാസികളെ, രാവ് മാറുന്നു, രാവ് വരുന്നു, പകല് വരുന്നു. അതിന്റെ കൈകാര്യകർത്താവാരാ? മനുഷ്യന് വല്ല പങ്കുണ്ടോ? ഭരണകൂടത്തിന് വല്ല പങ്കുണ്ടോ? അഹങ്കാരത്തിന്റെ കൊടി പിടിച്ചു നടക്കുന്ന ധിക്കാരികളില്ലേ ഈ ലോകത്ത്? അവർക്കാർക്കെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു പങ്ക് റഹ്മാനായ റബ്ബ് നൽകിയിട്ടുണ്ടോ? അതിന്റെ എല്ലാം കൈകാര്യകർത്താവാരാ? തബാറക്കല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ. യണ്ടകടാഹത്തിന്റെ കൈകാര്യകർത്തൃത്വം ലോകത്തിന്റെ നാഥന്റെ കയ്യിലാണ്. വിശ്വാസികളെ, ആ റബ്ബ് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമാണോ നമ്മുടെ ജീവിതത്തിൽ? അവൻ തൃപ്തിപ്പെടുന്ന മാർഗേണയാണോ നമ്മൾ സഞ്ചരിക്കുന്നത്? അവന്റെ ഭവനത്തിൽ നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ഹയ്യൽ ഫലാ സലാ എന്ന് വിളിക്കുമ്പോ ചെല്ലാനുള്ള മനസ്സുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ ആ റബ്ബ് നമ്മളോട് ഇന്നത് ചെയ്യല്ലെന്ന് പറയുമ്പോ, ലഹരി ഉപയോഗിക്കല്ലെന്ന് പറയുമ്പോ, വേണ്ടാത്തരം ചെയ്യല്ലെന്ന് പറയുമ്പോ, വിശ്വാസികളെ, എന്തേ നമ്മുടെ മനസ്സ് നമ്മോട് മന്ത്രിക്കാത്തത്? ഇത് ഞാൻ അനുസരിക്കേണ്ടവനാണല്ലോ. സമീനാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ എന്ന് പറയുന്ന താഴ്മയുള്ള വിനയമുള്ള മനസ്സിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? ആലോചിച്ചോ പ്രിയപ്പെട്ടവരെ. അള്ളാഹ് നമ്മൾ ഇങ്ങനെ ആലോചിക്കും. അതാണ് ഇബാദുർ റഹ്മാൻ പരമകാരുണികന്റെ ദാസനാരാ? അള്ളാന്റെ ദാസനാരാ? ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. ഭൂമിയിലൂടെ താഴ്മയോടെ നടക്കുന്നവനാണവൻ. ഇബാദുർ റഹ്മാൻ ഒരിക്കലും അഹങ്കാരം അവനുണ്ടാകൂല. എന്തേ? കോടാനുകോടി റബ്ബിന്റെ സൃഷ്ടികൾ ഈ അത്യത്ഭുതകമായ ലോകത്ത് ഏതോ ഒരു വാപ്പാന്റെയും ഉമ്മാന്റെയും കുഞ്ഞായി ജനിച്ചവനാണ് ഞാൻ നിങ്ങളും. എങ്ങനെ അഹങ്കരിക്കുക പ്രിയപ്പെട്ടവരെ? ഇബാദുർ റഹ്മാൻ താഴ്മയോടെ ഭൂമിയിലൂടെ നടക്കുന്ന വിനയത്തിന്റെ പ്രതീകമാണ് ഇബാദുർ റഹ്മാൻ. എന്തുകൊണ്ടാ പറയാൻ കാരണം? ഓനിതിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കുമ്പോ ചിന്തിക്കാത്തവൻ ഇങ്ങനെ വിചാരിക്കും ഇതൊക്കെ എന്നെ കൊണ്ടാ നടക്കുന്നത്. അങ്ങനത്തെ ചിന്തിച്ചവൻ, അങ്ങനത്തെ ആളുകളാണ് ഫിർഔനും ഹാമാനും ഖാറൂനും ഒക്കെ അങ്ങനെ ചിന്തിച്ചു. അള്ളാഹ് 10 ഉറുപ്പിക കൊടുത്തപ്പോ ഓൻ വിചാരിച്ചു ഇതൊക്കെ എന്റെ കഴിവ് കൊണ്ടാണ്. അധികാരം കൊടുത്തപ്പോ പ്രിയപ്പെട്ടവരെ ഫിർഔൻ വിചാരിച്ചു ഇതൊക്കെ നമ്മുടെ കഴിവുകൾ കൊണ്ടാണ്. മറിച്ച് അള്ളാഹുവിന്റെ കുദറത്താണിത്, അവന്റെ കഴിവാണെന്ന് ആലോചിക്കുന്നവൻ താഴ്മ കാണിക്കും. സമ്പത്ത് നൽകിയ ഖാറൂൻ, ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസ. ഖാറൂൻ മൂസാ നബിയുടെ ജനതയിൽപ്പെട്ടവനാണ്. ഫബഗാ അലൈഹിം, അവരോട് അവൻ അതിക്രമം കാണിച്ചു. എന്തേ? ഇതൊക്കെ എന്റെ കഴിവ് കൊണ്ടാണ്. അള്ളാഹു എന്ത് കാണിച്ചെന്നോ? കഴിവുറ്റ നാഥൻ അവന്റെ മോമിനടിക്കട കൊണ്ടുപോയി. ഒരു നിലക്കും അഹങ്കരിക്കാൻ സുഹൃത്തുക്കളെ എനിക്കും നിങ്ങൾക്കും വല്ലതുണ്ട്. ഈ ഇരിക്കണ എന്റെ നിങ്ങൾ ഈ ശരീരം,
അത്ഭുതമല്ലേ പ്രിയപ്പെട്ടവരെ? അത്ഭുതമല്ലേ? എത്ര ആളുകൾക്ക് ആ രോഗം. ഞങ്ങളെ സ്കൂളിൽ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ഇപ്പൊ ഒരു ഓപ്പറേഷൻ വിധേയമായിക്കൊണ്ടിരിക്കണം. അല്ലാഹു കുഞ്ഞിന് ആശ്വാസം നൽകുമാറാകട്ടെ, ശിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ. വിശ്വാസികളെ, ഈ ശരീരം റബ്ബ് നൽകിയതല്ലേ അല്ലേ? ഈ വിരലനക്കാൻ എനിക്ക് സാധിക്കണോ? റഹ്മാനായ റബ്ബിന്റെ തൗഫീക്ക് വേണ്ട മുഅ്മിനീങ്ങളെ. സ്ട്രോക്ക് വന്ന് കൈകാലവയങ്ങൾ തളർന്നാൽ കാലൊന്ന് പൊക്കാൻ സാധിക്കുന്നില്ല, ഒരു ശരീരം ഒരു ഭാഗം പൊക്കാൻ പറ്റുന്നില്ല. എന്തേ? വിശ്വാസികളെ, റബ്ബിന്റെ തൗഫീക്ക് അപ്പോഴേ മനസ്സിലാക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ ഖുദ്റത്താണ് ഈ അത്ഭുതകരമായ ശരീരം. നഹ്നു ഖലഖനാകും വശദ്നാ അസ്റഹും വഇദാ ശീനാ ബദൽനാ അംസാലഹും തബ്ദീലാ. അല്ലാഹു പറയാ, ഞാനല്ലടോ നിന്നെ സൃഷ്ടിച്ചത്, നിനക്ക് പേശീബലം നൽകിയത് ഞാനല്ലേ, ആഫിയത്ത് നൽകിയവൻ ഞാനല്ലേ. നാം വിചാരിച്ചാൽ നിന്റെ ആ ശരീരത്തിന്റെ ആ ആരോഗ്യം തിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. ആധികാരിക സ്വരത്തിൽ റഹ്മാനായ റബ്ബ് പറയാം. അപ്പൊ പരമകാരുണികനായ അള്ളാന്റെ ഇഷ്ടപ്പെട്ട ദാസൻ ഭൂമിയിലൂടെ താഴ്മയോടെ അവന്റെ നടത്തത്തിലും ഇരുത്തത്തിലും സംസാരത്തിലും വേഷവിധാനത്തിലും ഒക്കെ താഴ്മയുടെ കൃത്യമായ പ്രതീകമായിരിക്കും അള്ളാഹുവിന്റെ അടിമ. ആണോ പ്രിയപ്പെട്ടവരെ? അഹങ്കാരമുണ്ടോ നമുക്ക്? വിനയുണ്ടോ നമുക്ക്? താഴ്മയുണ്ടോ നമുക്ക്? ആലോചിക്കുന്ന എല്ലാവരും അള്ളാഹിന് ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ ഒന്നാമത്തെ ഗുണം ഭൂമി കൂടി നടത്തം പഠിപ്പിക്കാൻ പ്രിയപ്പെട്ടതേ കൂടാൻ അല്ലേ? നടത്തം പഠിപ്പിക്കണം. മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മോന് നടത്തം പഠിപ്പിക്കുക. അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട ദാസൻ ഭൂമിന്റെ മുകളിലൂടെ നടക്കുമ്പോ അവന് മനസ്സിലാകും, ഞാനൊന്നും ഈ ഭൂമി ചവിട്ടിപ്പൊളിക്കാനൊന്നും സാധ്യമല്ല. ഉയരം കൊണ്ട് പർവ്വതത്തോടും ഞാൻ എത്തൂല. ഖുർആനിലായത് ഇന്നക്കല്ലൻ തഖ്രിക്കല്ലർള. ഭൂമി ചവിട്ടിപ്പൊളത്താൻ പറ്റില്ല. ചിലവല്ല നടത്തോ ഇരുത്തും കാട്ടിക്കൂട്ടിലൊക്കെ കാണുന്ന സമയത്ത് അവന് ഭൂമി ആകെ ചവിട്ടിപ്പൊളത്തി പോകുമെന്ന് വിചാരിക്കും. അള്ളാഹ് പറയാ, സാധ്യല്ലടോ നിനക്ക്. ആകാശത്തേക്ക് നീ ഉയർന്നു പോകാൻ സാധ്യല്ല. നീ താഴ്മയുള്ളവനാകണം, വിനയമുള്ളവനാകണം. സെക്കൻഡുകൾ കൊണ്ട് എല്ലാ സൗകര്യങ്ങളും മറ്റൊരവസ്ഥയിലേക്ക് വഴിമാറ്റാൻ റബ്ബിന് എത്ര എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ താഴ്മയോടെ വിനയത്തോടെ ഭൂമിയിലൂടെ നടക്കുന്നവനാണ്. എന്നിട്ട് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മോന് ഉപദേശിച്ചത്, മോനെ, നീ ഒരിക്കലും നിന്റെ കവിളിനെ മറ്റൊരാളെ നേരെ കോട്ടരുത്. അവിടെ എന്താ ഉദ്ദേശം? നീ ഒരിക്കലും അവിടെ അഹങ്കാരാണ് അല്ലേ? മറ്റവനെ അവഗണിക്കുക, മറ്റവനെ പരിഗണിക്കാതിരിക്കുക. ഈയൊക്കെ അങ്ങനെ ആയിട്ടുണ്ടോ എന്ന് പറയാൻ, ആയമായിരിയാണ്, അരുത്, പാടില്ലെന്ന് പറയും. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രീതിയിലേക്ക് കുറച്ച് പ്രമാണിമാര് വരാണ്, സാമ്പത്തിക സുസ്ഥിതിയുള്ള ചില ആളുകൾ. ഈ വഴല് പറയുന്നതും ക്ലാസ് എടുക്കണം കേൾക്കണം എന്നൊക്കെ നമുക്ക് താല്പര്യം. പക്ഷെ നീ സംസാരിക്കുന്ന മജ്‌ലിസിൽ, നീ ക്ലാസ് എടുക്കുന്ന മജ്‌ലിസിൽ വന്നിരിക്കണവരാരാ? ഒന്നിനൊരു നിലവാരം സമൂഹത്തിലില്ലാത്ത ആളുകൾ. മഹാനായ റസൂലുള്ളാഹിയുടെ സത്യനിഷേധികൾ, അവിടുത്തെ ഖുറൈശി പ്രമുഖർ പോലെ വഴല് പറഞ്ഞ് നസീഹത്തിന്റെ മജ്‌ലിസിലേക്ക് ക്ഷണിച്ച പോലെ ഒരു ഡിമാൻഡാണ്. നീ പറയുന്നത് കേൾക്കണം എന്ന് താല്പര്യമുണ്ട്, നിന്റെ നസീഹത്ത് കേൾക്കണം എന്നൊക്കെ താല്പര്യമുണ്ട്, ഒന്ന് വന്നിരിക്കണം എന്ന് ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷേ നീ നസീഹത്ത് നടത്തുന്ന മജ്‌ലിസിലേക്ക് വരണമെങ്കിൽ അവിടെ ഉള്ളവരൊക്കെ ഒന്ന് പുറത്താക്കും. ഞങ്ങളാൽ ചിലരൊക്കെ വന്ന് അവിടെ ഇരിക്കണമെങ്കിൽ, കാരണം നാട്ടുമൂപ്പന്മാരും ഗോത്രത്തലവന്മാരും വലിയ വലിയ ആളുകളാണെന്ന് സ്വയം വിചാരിച്ച് നടക്കുന്ന അഹങ്കാരത്തിന്റെ എല്ലാ അവസ്ഥയിലുള്ള ആളുകളാണ് വിശ്വാസികളെ. ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി ഞങ്ങളൊക്കെ നല്ല ഇറങ്ങിപ്പോയിക്കാൻ ഓലക്കണ്ട് വരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയില്ല എന്നല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. അള്ളാഹു ആ വിഷയത്തിന് ഇടപെട്ടു. മഹാനായ പ്രവാചകന്റെ കാര്യത്തിൽ അല്ലാഹു ഇടപെട്ടു. ഇന്ന് ഞാൻ നിങ്ങളും ആ സൂറത്ത് ഓതിയില്ലേ, കഹ്ഫ്. വസ്ബിർ നഫ്സക, നബിയേ ക്ഷമിക്കണം. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശീ. രാപ്പകൽ വ്യത്യാസമില്ലാതെ രാവും വൈകുന്നേരവും ദിക്റിലും ദുആയിലും പ്രാർത്ഥനകളിലും അദ്കാറുകളിലും മുഴുകിക്കഴിയുന്ന പാവപ്പെട്ടവരില്ലേ, പട്ടിണിപ്പാവങ്ങളില്ലേ, വിയർപ്പ് മണക്കുന്നവരില്ലേ, തറവാടിത്തമില്ലാത്തവരില്ലേ, അഡ്രസ് ഇല്ലാത്ത വിശ്വാസികൾ, എവിടുന്നെങ്കിലും കടന്നു വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടവർ, ഷഹാദത്ത് ഉച്ചരിച്ചവർ, നബിയെ സ്നേഹിച്ചവർ, ദീൻ ഉൾക്കൊണ്ടവർ. നബിയോട് പറയാ, അങ്ങനത്തെ പട്ടിണിപ്പാവങ്ങളുടെ കൂടെ നീ അടിയിരിക്കുക.
അതിലൊക്കെ വന്നിരിക്കാന് ആ നാട്ടിലെ പ്രമുഖന്മാരും പ്രമാണിമാർക്കൊക്കെ പറ്റുമെങ്കിൽ വന്നാ മതി നബിയെ. വസ്ബിർ നഫ്സക, അങ്ങ് ക്ഷമിക്കണം പ്രവാചകരെ. രാവും വൈകുന്നേരവും അള്ളാഹ്ക്ക് ദിക്റുകളും ദുആകളും ചെയ്യുന്ന പാവങ്ങളോടൊപ്പം നബിയെ താങ്കൾ ക്ഷമിച്ചു കഴിയണം. വലാ തഅദു ഐനാക അൻഹും, അങ്ങയുടെ കണ്ണിൽ നിന്ന് അവരിൽ നിന്ന് കണ്ണൊരിക്കലും തെറ്റിപ്പോകല്ല. ഭൗതികമായ താല്പര്യങ്ങൾ ആഗ്രഹിച്ച് വലിയവന്മാരുടെ ചങ്ങാത്തം കിട്ടാൻ നബിയെ ഈ പട്ടിണി പാവങ്ങളെ നീ ആട്ടിപ്പറഞ്ഞേക്കല്ല. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന് കനപ്പെട്ട 3 ഉപദേശം. ഇന്ന് ഞാൻ നിങ്ങൾ തോന്നിയപ്പോ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിൽ കേട്ടോ, ഇനി അടുത്ത വെള്ളിയാഴ്ച ചോദ്യം ഈ ആയത്ത് മനസ്സിലാക്കിയോ. 3 ടീമിനെ നബിനോട് അനുസരിക്കണ്ടെന്ന് പറയും. ഒന്നെന്താ? എന്നെ മറന്നോരെ ഈ അനുസരിക്കണ്ട. ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ട, ഈ ഇരിക്കണ എന്റെ എങ്കിലും കൂട്ടുകാരാകണം, ഫ്രണ്ട് ആരാകണം, കൂടെ നടക്കുന്നവരാരാകണം, സ്നേഹബന്ധമുള്ളവരാരാകണം, അള്ളാനെ ഇഷ്ടപ്പെടുന്നവരും അള്ളാനെ പറ്റി ഓർമ്മയുള്ളവരാകണം നമ്മളെ ഫ്രണ്ട്ഷിപ്പിൽപ്പെട്ടവർ. നബിനോട് പറയാം, നമ്മെ പറ്റിയുള്ള ഓർമ്മയിൽ നിന്ന് അകന്നകന്ന് പൈശാചികമായ ലോകത്ത് സഞ്ചരിക്കുന്നവരെ നബിയെ താങ്കൾ അനുസരിക്കും. തന്നിഷ്ടങ്ങളെ പിന്തുടരുന്നവരെ നബിയെ അനുസരിക്കണ്ട. തന്നിഷ്ടങ്ങളുടെ പിറകിൽ സഞ്ചരിക്കുന്ന, ഭൗതികതയുടെ പിറകിൽ സഞ്ചരിക്കുന്നത് അനുസരിക്കേണ്ട നബിയെ. ഓലൊക്കെ കാര്യം അതിരുവിട്ടവക്കാൻ അതിരുവിട്ടവരാണ് വിശ്വാസികളെ. റസൂലുള്ളാഹി പറയുമ്പോ ഈ പാവങ്ങളോടൊപ്പം ക്ഷമിച്ച് സഹിച്ച് നബിയെ താങ്കൾ കഴിച്ചു കൊടുത്തു. മറ്റൊരിടത്ത് നബി ആട്ടി പറഞ്ഞേക്കരുത്, വലാത്തത്തുരുദില്ലദീന എന്നതായത് പാവങ്ങളെ താങ്കൾ ആട്ടിപ്പറഞ്ഞേക്കല്ലേ, അവരോടൊപ്പം ക്ഷമിച്ച് സഹിച്ച് കഴിച്ചു കൂട്ടണം. വിശ്വാസികളെ, പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കണം അള്ളാഹിന് ഇഷ്ടപ്പെട്ട ദാസൻ. അത്ര താഴ്മയുള്ളവരാണ് ഇരിക്കണം ഞാൻ നിങ്ങൾ. അഹങ്കാരത്തിന്റെ കണിക നമുക്ക് വേണ്ട. അഹങ്കരിക്കാൻ ഒരു കയ്യിലൊന്നുമില്ല, പിന്നല്ലേ അഹങ്കരിക്ക എന്തെങ്കിലും നമ്മളെ കയ്യിലും. ഖുർആൻ അതിന്റെ ഒരു ഗൗരവം നമ്മെ സൂചിപ്പിക്കുന്നത്. കാരണം നമ്മുടെ നിസ്സാരം നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരു ആയത്ത് ഏതാണ്? അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ ثم كان علقة فخلق فسوى وجعل منه الزوجين ذكر والأنثى أليس ذلك بقادر. നിസ്സാരതയെ പറ്റി ബോധ്യപ്പെടുത്തുകയാണ്. ഏ മനുഷ്യ, നീ തെറിച്ചു വീണ കോടാനുകോടി നുത്ഫാത്തിലെ ഒരു നുത്ഫത്തായിരുന്നില്ലേ? ഇത്ര ചിന്താർഹമാണ് ആ വചനം. തെറിച്ചു വീണ കോടാനുകോടി ബീജഗണങ്ങളിൽ ഒരു നുത്ഫത്തായിരുന്നില്ലേ നീ? ഇപ്പൊ നീ അവലം യറൽ ഇൻസാൻ യാസീൻ സൂറയിൽ എന്താ പറയാ? ഏ മനുഷ്യ, നീ ഒന്ന് ചിന്തിക്കടോ. നീ അള്ളാഹനെ മറന്ന് സഞ്ചരിക്കുന്നവനെ, ഹറാമിന്റെ ലോകത്ത് മുന്നോട്ട് പോകുന്നവനെ, നിസ്കാരം ഇബാദാത്തുകൾ ഒന്നുമില്ലാതെ നാൽക്കാലികളെ പോലെ തിന്നു കുടിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യ, നീ ചിന്തിക്കടോ. അവലം യറൽ ഇൻസാൻ അന്നാ ഖലഖനാഹു മിൻ നുത്ഫ, നിന്നെ ഞാനല്ലേ നുത്ഫത്തിൽ നിന്ന് സൃഷ്ടിച്ചവൻ. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അട്ടയെ പോലെ ഒട്ടി നിന്ന് 8-9 മാസം രാജകീയ പ്രൗഢിയോടുകൂടി പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നവൻ ഞാനല്ലേ. ഇപ്പൊ നീ ആരായിട്ടുണ്ട്? അള്ളയിൽ എന്ന് പറയാൻ മാത്രം നീ അഹങ്കാരത്തിലേക്ക് എത്തിയല്ലേ. അല്ലാത്തൊരു വാക്കല്ല എന്റെ മുഅ്മിനീങ്ങളെ. ഈ പടച്ചോല്ലാന്നൊക്കെ പറയാൻ, ഈ പ്രപഞ്ചമൊക്കെ വെറുതെ വന്നതാണെന്നൊക്കെ പറയാൻ, പ്രകൃതിയുടെ വികൃതിയാണെന്നൊക്കെ പറയാൻ മാത്രം ഈ അഹങ്കാരത്തിലേക്ക് എത്തിയല്ലേ. നിനക്ക് ഞാൻ നൽകിയ സുഖ സൗകര്യങ്ങളിൽ ആറാടി നീ പോ, നിന്നെ ഞാൻ തിരികെ കൊണ്ടുവരുമെന്ന് താക്കീതിന്റെ സ്വരത്തിൽ മറ്റൊരിടത്ത് കൂടാൻ പറയാം. വിശ്വാസികളെ, നമ്മൾ താഴ്മയുള്ളവരാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിന്റെ ജീവിക്കുന്ന പതിപ്പായിരുന്നു. താഴ്മയുടെ വിനയത്തിന്റെ പ്രതീകമായിരുന്നു ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും വേണ്ടപ്പെട്ടു, തന്നെ വിഷമിപ്പിച്ചവരോട് പോലും മാന്യമായ നിലയിൽ പെരുമാറിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ചെറിയ കുട്ടികളെ കാണുമ്പോൾ സലാം പറയും പ്രവാചകൻ. ചെറിയ മക്കളോട് സ്നേഹത്തിൽ കഴിയും പ്രവാചകൻ. തന്റെ കുഞ്ഞുമക്കൾ, തന്റെ പേരക്കിടാങ്ങളുമായി പ്രവാചകൻ ആനക്കളി കളിക്കും. തന്റെ പ്രിയവാചകൻ തന്റെ ജീവിതത്തിന്റെ തിരക്കിനിടയിലും അള്ളാഹുവിന്റെ റസൂൽ തന്റെ വീട് ജോലികൾ, തന്റെ ഇണകളോടൊപ്പം വീട്ടുജോലികൾ പ്രവാചകൻ ഖിദ്മ ചെയ്യും. അതൊന്നും പ്രവാചകന്റെ ഔന്നത്യത്തിനോ ഉയർച്ചക്കോ ഒരു ഇടിവോ ചതവോ വന്നിട്ടില്ലായിരുന്നു. എന്തേ കാരണം? ഇബാദുർ റഹ്മാനാകണമെങ്കിൽ അവൻ ആരാ? ഭൂമിയിലൂടെ യംശൂന അലൽ അർദി ഹൗന. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഈ ഇരിക്കണ നമ്മുടെ ജീവിതത്തിൽ തവാദു എവിടെ നിൽക്കുന്നു എന്നാലോചിക്കണം. താഴ്മയുള്ളവരാകണം, വിനയമുള്ളവരാകണം, റബ്ബിനോട് അടുക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോകേണ്ടവരാണ്. എന്ത് ഗ്യാരണ്ടിയാണ് ഇരിക്കണം എനിക്കും നിങ്ങൾക്കുമുള്ളത്?
പരിശോധന നടത്തുമ്പോ ചെറിയൊരു പ്രയാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോയില്ലേ നമ്മുടെ കാര്യം. ചില റിസൾട്ടുകൾ കിട്ടുമ്പോ ചില ആളുകൾ 4 ദിവസം കൊണ്ട് ശരീരമൊക്കെ ക്ഷീണിക്കണം. എന്തുകൊണ്ടാണ്? ചില ആളുകൾ ശ്രദ്ധിക്കുന്നു, ചില റിസൾട്ട് വരുമ്പോ നമുക്കൊന്നും അങ്ങനത്തെ വിഷമം ആർക്കും ഇല്ലാതിരിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല ആഫിയത്തും ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ 4 ദിവസം കൊണ്ടാണ് ആകെ ക്ഷീണിക്കണം. എന്താ? ഓന് ഉറപ്പായിട്ട് നരകവും സ്വർഗവും പരലോകവും അവന്റെ കണ്ണിൽ കാണാൻ, അതുവരെ കാണുന്നില്ല. കാരണം എന്താ? പോവുകയാണ് എന്നുള്ളൊരു മരണത്തിന്റെ ഒരു കൃത്യമായൊരു മെസ്സേജ് കിട്ടിയതുപോലെ ഓനോട് ആലോചിക്കുമ്പോ ഓനിങ്ങനെ ആലോചിക്കുക, പഠിച്ചോനെ ഖബറിൽ എന്റെ കുടുംബങ്ങളെ കൊണ്ടുപോയി ബിസ്മില്ലാഹി വലാ മില്ലത്തി റസൂലില്ലാ എന്ന് പറഞ്ഞ് കടത്തുമല്ലോ. അവിടെ ഉണ്ടാകുന്ന അവസ്ഥയെ പറ്റി എപ്പോഴും ചിന്തിക്കുന്നത്. പിന്നെ റബ്ബിന്റെ തിരുസന്നിധിയെ പറ്റി അവൻ ആലോചിക്കാൻ. അത് ഇസ്ലാം പഠിപ്പിക്കണം. ഇപ്പൊ തന്നെ ആലോചിക്കണം, ഇപ്പൊ തന്നെ ആലോചിക്കണം. അപ്പോഴാണ് അവന്റെ ജീവിതം സംശുദ്ധമാവുകയുള്ളൂ. അപ്പോഴേ ഈ ജീവിതത്തിൽ നന്മ വരുത്താൻ വിശ്വാസികളെ നമുക്ക് ഉണ്ടാവുകയും. അതുകൊണ്ട് അള്ളാഹിനെ പറ്റി ഓർത്തു, പ്രപഞ്ചനാഥന്റെ മഹത്വത്തെ പറ്റി ചിന്തിച്ചു. ഞാനും നിങ്ങളും ആരുമല്ലെന്ന് തിരിച്ചറിഞ്ഞു, താഴ്മ കാണിച്ച് വിനയം കാണിച്ച് ഭൂമിയിലൂടെ വളരെ താഴ്മയോടെ നമ്മൾ ജീവിച്ചു മുന്നോട്ട് പോയാൽ ഇഹത്തിലും പടച്ചറബിന്റെ തൗഫീക്ക് നമുക്ക് ലഭിക്കും. പരത്തിൽ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ ആ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ ഇടം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റും. അല്ലാഹു അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോടൊന്നുപോലെ. ഈ ഒരു ഭാഗം കുറെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ വിശേഷണങ്ങൾ പറയും. ഇൻഷാ അല്ലാഹ് തുടർന്ന് ഖുത്ബകളിലും സൗകര്യത്തിനനുസരിച്ച് ഓരോരോ വിഷയം നമുക്ക് ചർച്ച ചെയ്യാവുന്ന. അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ ഗുണങ്ങൾ ഒന്ന് മാത്രമാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. താഴ്മ, വിനയമുള്ളവനാണ്, ഭൂമിയിലൂടെ വിനയത്തോടെ നടക്കുന്നവനാണ്. മഹാനായ റസൂൽ പറഞ്ഞൊരു ഹദീസ്, നമുക്ക് അള്ളാന്റെ എനിക്ക് അടുത്ത് ഉയർച്ച കിട്ടണമെങ്കിൽ താഴ്മ കാണിക്കും. വിനയം കാണിച്ചോൻ അല്ല ഉയർത്തും. നിങ്ങൾക്ക് ഉയർച്ച കിട്ടണം എന്ന് ആഗ്രഹിച്ചോളും താഴ്മ കാണിച്ചോളും. അല്പം അറിവൊക്കെ ഒരാൾക്ക് ഉണ്ടാകുമ്പോ ചെലോല് ഇങ്ങനെ കിബറ് കാട്ടിയ പാടില്ല. പ്രിയപ്പെട്ടവർ, 2 ലക്ഷം അറിയുമ്പോ ഭൂമിയോളം താഴെ, 10 ഉറുപ്പിക ഉണ്ടാകുമ്പോ നെഞ്ചു വീഴ്ത്തി അഹങ്കാരം കാണിച്ചു അവൻ അള്ളാഹ് ഇഷ്ടല്ല. ഈ നെരിയാണിയുടെ താഴെ ഡ്രസ്സ് വലിച്ചഴിച്ചു നടക്കുന്നതിലേക്ക് അള്ള നോക്കൂല എന്ന് പറഞ്ഞ ഹുയല. നിസ്കരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോളൂ, നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് പോലും ചില ആളുകളുടെ തുണി ഉയർന്നു. ഞാൻ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് മാത്രം ഉയരേണ്ടത്. ഒരു മുസൽമാന്റെ ഡ്രസ്സ്, ആണിന്റെ ഡ്രസ്സ് നെരിയാണിയുടെ നീതിയാവും. ഇന്നിപ്പോ പെണ്ണുങ്ങളുടെ ഡ്രസ്സാണ് മേലെ പോണത്, ആണുങ്ങളുടെ ഡ്രസ്സ് താഴെ. ഖുതുബക്ക് വന്ന സഹോദരിമാരെ ശ്രദ്ധിച്ചോളും, നിങ്ങളുടെ കണങ്കാൽ ഔറത്താണ്. സോക്സ് ഇടാതെ പള്ളിയിൽ ഒരു പെണ്ണിന് വരാൻ പാടില്ല. തന്റെ കണങ്കാൽ മറക്കണം. ആണുങ്ങളത് ഇങ്ങനെ താഴോട്ട് പോവുകയും പെണ്ണുങ്ങൾ ഇങ്ങനെ മേൽക്ക് പോവുകയും ചെയ്യും, പ്രായ വ്യത്യാസമില്ലാതെ. ലോകം അങ്ങനെയാണ്. ഒക്കെ ദുനിയാവിന്റെ അടിമകളാണ്. ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവർ, റസൂൽ പറഞ്ഞില്ല, ഇന്നല്ലാഹ ലാ യൻദുറു, പ്രവാചകൻ തിരുമേനി പറയാണ്, ഒരടിമയിലേക്ക് അല്ല നോക്കൂല, അവന്റെ ഡ്രസ്സ് നിര്യാണിയുടെ താഴെ. പ്രിയപ്പെട്ട മക്കളെ, പേന്റ് താഴാൻ പാടില്ല. അല്ല തിരിഞ്ഞു നോക്കൂല. പരലോകത്തെത്തുമ്പോ സൃഷ്ടിച്ചറപ്പിന്റെ കാരുണ്യത്തിന്റെ തിരുനോട്ടം എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മളെക്കാളും നിർഭാഗ്യവാന്മാരാരാ? അവിടെ ആരുണ്ടാവില്ല, തുറക്കാരുണ്ടാവില്ല, സുഹൃത്തുക്കൾ ഉണ്ടാവില്ല, ആരോരുമില്ലാത്ത വല്ലാത്തൊരു ലോകമാണത്. അവിടെ റബ്ബിന്റെ തൗഫീഖ് ഉണ്ടാകണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സുബ്ഹി സ്വലാത്ത് നിർവഹിക്കുന്ന സമയത്ത് ആ മനുഷ്യനെ ഒരു ശത്രു വന്ന് കുത്തുകയാണ്. പള്ളിയിൽ വെച്ച് രക്തത്തിൽ കുളിച്ച് മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ ശേഷമാണ് മരണപ്പെടുന്നത്. ഒരു അനുജൻ കടന്നു വരുന്നു, അമീറുൽ മുഅ്മിനെ കാണാൻ. അദ്ദേഹത്തിന്റെ നെരിയാൻ ഡ്രസ് താഴെയാണ്, മരണത്തോട് മല്ലിട്ട് കിടക്കുന്നു. റളിയല്ലാഹു അൻഹു കയറ്റിയെടുക്കാൻ ആവശ്യം. അവരൊക്കെ ഈ പ്രവാചക വചനങ്ങൾക്ക് മഹത്വമാണ് എന്റെ മുഅ്മിനീങ്ങളെ. അപ്പൊ എന്താ? അഹങ്കാരം അല്ലാഹു ഇഷ്ടമല്ല. അവൻ ഭൂമിയിലൂടെ താഴ്മയോടെ നടക്കുന്നു. അള്ളാന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ ഉയർച്ചയും അവിടെ പദവിയും കിട്ടണം, താഴ്മ കാണിക്കും. പിന്നെ ഭൂമിയിൽ കൂടി നടക്കുമ്പോ വ്യത്യസ്ത അവസ്ഥകളുള്ള ആളുകളോടുള്ള ഇവന്റെ സമീപനം എന്താ? ഇവൻ മാന്യമായിട്ട് പെരുമാറി. അവിവേകിയായ മനുഷ്യരിക്കുന്നതാണ് നിങ്ങൾ. അങ്ങനത്തെ കുറെ ആളുകൾക്കിടയിൽ ജീവിക്കുന്ന ആളുകളാണ്. ചില ആളുകള് മോശമായ പെരുമാറ്റക്കാർ, അനാവശ്യം പറയുന്നവരായിരിക്കും, തട്ടിക്കയറുന്നവരായിരിക്കും. നമ്മൾ അതേ നാണയത്തിന് അങ്ങോട്ട് കൊടുക്കല്ല പ്രിയപ്പെട്ടവരെ. ഇപ്പൊ നമ്മളൊരാള് അനാവശ്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ അതേ അതിന്റെ ഡോസ് 2-3 ഡോസ് കൂടുതലായി അങ്ങോട്ട് പറഞ്ഞാലോ നമ്മൾ രണ്ടാളും സമമായി. അനാവശ്യം പറയുമ്പോ
ക്ഷമയോടെ നിന്നാലോ ആ പറയുന്ന അവൻ എന്തെങ്കിലും വല്ല സുബഹിസ്കാരനോ മറ്റേതെങ്കിലും വിഭാഗത്തിന് ഏറ്റവും കൂലി കിട്ടും. നമ്മൾ ഉയർച്ച ഒരു വിശ്വാസിയുടെ നിലപാടാണ്. എന്തൊക്കെ ആരെങ്കിൽ അവിവേകത്തോടെ സംസാരിച്ചാലും ഒരു മുസൽമാൻ, ഒരു വിശ്വാസി ഇബാദുർ റഹ്മാൻ അവനോട് മാന്യമായ നിലയിൽ നിൽക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണല്ലോ പ്രിയപ്പെട്ടവരെ. മുഖത്ത് കാർക്കിച്ചുന്നു പ്രവാചകന്റെ, മുഖത്തടിക്കുന്നു പ്രവാചകന്റെ, കഴുത്തു പിടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു പ്രവാചകന്റെ. വിശ്വാസികളെ, അതിനൊക്കെ തിരിച്ചടിക്കാനും അല്പം കാളുറത്തുള്ള സമയത്ത് പോലും മഹാനായ റസൂലുള്ളാഹി മുഖത്ത് തുപ്പിയപ്പോ ആ തുപ്പലം തുടച്ച് റസൂലുള്ളാഹി ഇങ്ങനെ നടന്നു. മഹാനായ പ്രവാചകനെ സമാശ്വസിപ്പിക്കാൻ ജിബ്രീൽ എന്ന മലക്കായത്തുമായി കടന്നു വരുന്ന നബിയെ, പ്രബോധനമേഖയിൽ താങ്കൾ അനുഭവിക്കുന്ന ഒരു പരീക്ഷണമാണിത്. തുപ്പിയവൻ നാളെ പരലോകത്ത് പ്രയാസപ്പെടും, കണ്ണുനീര് അവൻ വിഷമിക്കും. എന്നിട്ട് പറയും, എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഞാൻ വിഷമിപ്പിച്ചല്ലോ. സുഹൃത്തുക്കളുടെ കൈയടി കിട്ടാൻ, നാട്ടുകാരിൽ നല്ല വാക്ക് കിട്ടാൻ അല്ലേ? എന്തേ സംഭവം? ആ സംഭവത്തിന്റെ പശ്ചാത്തലം അങ്ങനെയാണ്. സുഹൃത്തുക്കളുടെ കൈയടി ലഭിക്കാൻ അവരൊക്കെ പറഞ്ഞപ്പോ നബിയെ മുഖത്തടിക്കുകയും കാർക്കിച്ചുകയും ചെയ്തു. പരലോകതാണ് പ്രിയപ്പെട്ടവരെ. എല്ലാറ്റും പ്രതിക്രിയയാണ്. പേരിക്കണ എന്നെ നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ നമ്മൾ അവർക്ക് അഫു ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അതിന് അല്ലാഹ് പരലോകത്ത് കൊടുത്തു. ഒരു സംശയ വിഷയം, സകലൻ ദുൻതിഖാം, അല്ലാഹു അസീസുൻ ദുൻതിഖാം, പ്രതിക്രിയയുടെ ലോകമാണ് പരലോകം. ആരാരെ വിഷമിപ്പിച്ചാലും അതിന് മതിയായത് പടച്ചുകൊടുക്കുന്നു. വിശ്വാസികളെ, അതുകൊണ്ട് അവിവേകികൾ എന്ത് നമ്മോട് പറഞ്ഞാലും നമ്മുടെ മാന്യമായവരോട് വിശ്വാസികളെ, അതാണ് വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമാ. സലാം എന്താ? അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ പിരിഞ്ഞു പോവുക എന്നതും അതിന് ചെറിയ അർത്ഥമുണ്ട്. അപ്പൊ എന്താ? എന്നെ കൊണ്ട് എനിക്കൊരു വിഷമമില്ല, ഈ പറയേണ്ടതൊക്കെ പറഞ്ഞു, ചെയ്യേണ്ടതൊക്കെ ചെയ്തോ. അള്ളാന്റെ രക്ഷയും സമാധാനം ഉണ്ടാകട്ടെ, നല്ലൊരു മനസ്സനക്ക് തരട്ടെ. ഒരു മുസ്ലിമിന്റെ, മുഅ്മിനിന്റെ, ഇബാദുർ റഹ്മാന്റെ നിലപാട്, നമ്മുടെ നിലപാട്, ഈ ഇരിക്കണം നമ്മുടെ നിലപാട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാന്റെ പ്രിയപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ബാക്കിയുള്ള ഗുണഗണങ്ങളുണ്ട്. സൗകര്യത്തിനനുസരിച്ച് നമുക്ക് തുടർന്നുള്ള ഖുത്ബകളിലൂടെ നമുക്ക് കേൾക്കാം. ദീനിയായ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് താഴ്മയോടെ വിനയത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവന്റെ ഖുദ്റത്ത് മനസ്സിലാക്കി, അവന്റെ ശക്തിമഹാത്മ്യം മനസ്സിലാക്കി, അവനെ ഇബാദത്ത് ചെയ്യുന്ന, അവന്റെ മുന്നിൽ താഴ്മ കാണിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. രോഗത്താൽ പ്രയാസപ്പെടുന്നവർ ധാരാളം, ആശുപത്രികൾ കഴിയുന്നവരുണ്ട്, പള്ളിയിൽ പ്രയാസത്തോടെ വന്നിരിക്കുന്നവരുണ്ട്. ആരെല്ലാം നമ്മുടെ ഈ അനുഗ്രഹീതമായ മജ്‌ലിസിൽ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ടോ എല്ലാവർക്കും അല്ലാഹു ശിഫാഅ പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകരോഗങ്ങളെ തൊട്ട്, മാറാരോഗങ്ങളെ തൊട്ട്, അപകടമരണങ്ങളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളിൽ നിന്ന് കൺകുളിർമ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ. മാതാപിതാക്കളോടൊപ്പം ഭാര്യ സന്താനങ്ങളോടൊപ്പം നിത്യവാസത്തിന്റെ സ്വർഗത്തിൽ കഴിയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين وآخر دعوانا الحمد لله.